Hi everyone, welcome back. ഇന്ന് നമ്മൾ മെഷറിംഗ് കപ്പ് ഉപയോഗിച്ച് എങ്ങനെ കേക്കിൻ്റെ അളവുകളൊക്കെ അളന്നെടുക്കാമെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർക്കും എങ്ങനെ അളക്കാം, പിന്നെ വെയിങ് സ്കെയിൽ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അളന്നെടുക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് മെട്രിക് സിസ്റ്റം. മോസ്റ്റ് ഓഫ് ദ കൺട്രീസിലും ഇത് മെട്രിക് സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കപ്പ് 250 ml എന്ന് പറയുന്നത് UK സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. മറിച്ച് US സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിലാണെങ്കിൽ അത് 240 ml ആണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് മെഷറിംഗ് കപ്പാണെങ്കിലും അത് അക്യുറേറ്റ് 100% അക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് മാത്രമാണ് വരുന്നത്. ഇനി നമുക്ക് വിവിധ മെഷറിംഗ് കപ്പിനെ കുറിച്ച് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പല സൈസിലുള്ള മെഷറിംഗ് കപ്പ് കാണാം. ഒരു കപ്പ്, 3/4 കപ്പ്, 1/2 കപ്പ്, 1/4 കപ്പ്, ഇങ്ങനെ വിവിധ അളവുകളിലാണ് മെഷറിംഗ് കപ്പ് വരുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് മെഷർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 240 ml മെഷറിംഗ് കപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മെഷർ ചെയ്തെടുക്കുന്നത്. വേരിയസ് സൈസിൽ വരുന്നുണ്ട്. ചിലത് 250 ml വരുന്നുണ്ട്, ചിലത് 240 ml വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഇതുപോലെ വെയിങ് സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. അതുപോലെ മെഷറിംഗ് സ്പൂണുകളും വരുന്നുണ്ട്. 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ, ഇങ്ങനെ പല സൈസിലും സ്പൂണുകളും വരുന്നുണ്ട്. ഇതൊന്നുമില്ലാത്തവർക്ക് നമ്മുടെ വീട്ടിലുള്ള ടീസ്പൂണും ടേബിൾ സ്പൂണും ഉപയോഗിച്ച് തന്നെ നമുക്ക് മെഷർമെൻറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മെഷറിംഗ് കപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. ഇതുപോലെ പ്ലാസ്റ്റിക്കിലും വരുന്നുണ്ട്, സ്റ്റീലിലും വരുന്നുണ്ട്. ഇത് 240 ml മെഷറിംഗ് കപ്പാണ്. നമുക്കതൊന്ന് അളന്നെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ജാറിൽ വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അളന്നെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ കോരിയിട്ടിട്ട് നമുക്ക് അളന്നെടുക്കാം. ഇതുപോലെ വേണം പ്രത്യേകം അളന്നെടുക്കാനായിട്ട്, അല്ലാതെ കുത്തി നിറച്ചെടുക്കരുത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റിൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാകും. എന്നിട്ട് ഇതുപോലെ നിറഞ്ഞു കഴിയുമ്പോൾ, ഒരു കപ്പ് ഫുള്ളായിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഒരു കത്തിയോ ഇതുപോലെ സ്പാച്ചിലോ ഉപയോഗിച്ച് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതാണ് ഒരു കപ്പ് മൈദ എന്ന് പറയുന്നത്. ഒരു കപ്പ് 240 ml കപ്പിന് ഒരു കപ്പ് മൈദ. ഇനി നമുക്കിതൊന്ന് വെയിങ് സ്കെയിൽ ഉപയോഗിച്ചൊന്ന് മെഷർ ചെയ്തെടുക്കാം. വെയിങ് സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് അതിന് മുകളിൽ ഒരു ബോൾ വെച്ചിട്ട് വേണം നമുക്ക് ആദ്യം സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഏത് യൂണിറ്റ്സിലാണോ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത് ആ യൂണിറ്റ്സിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഗ്രാമിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ആ ഒരു കപ്പ് മൈദ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ഒരു കപ്പ് മൈദ, അതായത് 120 ഗ്രാം, 240 ml കപ്പിന് ഒരു കപ്പ് മൈദ, 123 ഗ്രാം, ഒരു അപ്രോക്സിമേറ്റ് കിട്ടിയാലും മതി. ഇനി ഇതൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് വീട്ടിലുള്ള ടേബിൾ സ്പൂൺ വെച്ചൊന്ന് മെഷർ ചെയ്ത് കൊടുക്കാം. അതേസമയം ടീസ്പൂണിലാണെങ്കിൽ 16 ടീസ്പൂണാണ് വേണ്ടത്. ഇനി ടേബിൾ സ്പൂൺ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ സ്പൂൺ, ടീസ്പൂൺ വെച്ചിട്ട് നമുക്കിതുപോലെ അളന്നെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര അളന്നെടുക്കാം. ഒരു കപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ 200 ഗ്രാമാണ്. പൊടിച്ച പഞ്ചസാരയെങ്കിൽ 120 ഗ്രാമാണ്. ഞാൻ പറയുന്നത് US സ്റ്റാൻഡേർഡ് സൈസാണ്. 240 ml സൈസ് വരുന്ന കപ്പ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് 200 ഗ്രാമാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്, 100 ഗ്രാം. ഇനി നമുക്കത് പൊടിച്ചെടുത്തത് നോക്കാം. ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ 120 ഗ്രാമാണ് വരിക. അതേസമയം ടീസ്പൂണിലാണെങ്കിൽ 16 ടീസ്പൂണാണ് വേണ്ടത്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് മെഷർ ചെയ്തെടുക്കുക എന്ന് നോക്കാം. അതായത് പാല്, എണ്ണ എന്നുള്ള സാധനമൊക്കെ എങ്ങനെയാണ് മെഷർ ചെയ്തെടുക്കുക നോക്കാം. നമുക്ക് കപ്പ് ഉപയോഗിച്ചും മെഷർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വെയിങ് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള വരുന്ന കപ്പിലും മെഷർ ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും, മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാവുന്നതാണ്.
അരക്കപ്പ് പാലെന്ന് പറയുന്നത് 120 ml അഥവാ 120 ഗ്രാം എന്നാണ്. ഇത് 120 ഗ്രാമിൻ്റെ കപ്പാണത്, അരക്കപ്പ്. ഇനി നമുക്ക് ഓയിൽ മെഷർ ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ഗ്ലാസ് ജാറിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ കാണാം ഓൾറെഡി ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 100 ml 200 ml എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ മെഷറിംഗ് കപ്പ് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് വെയിങ് സ്കെയിൽ ഉപയോഗിച്ചെടുക്കാം. നമുക്കിതിലൊന്ന് നോക്കാം എങ്ങനെയാണ് മെഷർ ചെയ്തെടുക്കുന്നതെന്ന്. അരക്കപ്പ് ഓയിൽ, 120 ml, അതായത് അരക്കപ്പ് ഓയിലാണത്. 120 ml അല്ലെങ്കിൽ 120 ഗ്രാമാണ് വരുന്നത്, അരക്കപ്പ് ഓയിൽ. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് വെച്ച് നോക്കാം. ഏകദേശം ഒരു 120 ഗ്രാമാണ് അരക്കപ്പ് ഓയിൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെറിയ മെഷർമെൻറ്റിനായിട്ട് നമ്മൾ ടീസ്പൂണാണ് ഉപയോഗിക്കുക. അതായത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സോൾട്ട് അല്ലെങ്കിൽ സ്പൈസസ് ഒക്കെ മെഷർ ചെയ്തെടുക്കാനായിട്ട് 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ എന്ന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കുക. നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എങ്ങനെയാണ് നമുക്ക് അളന്നെടുക്കാമെന്ന് നോക്കാം. ഇതുപോലെ 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ എന്ന് പറഞ്ഞ മെഷർമെൻറ്റ് വരുന്നുണ്ട്. 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ml അല്ലെങ്കിൽ 5 ഗ്രാം എന്നാണ്. അതില്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ചെറിയ ടീസ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഇതുപോലെ വേണം അളന്നെടുക്കാനായിട്ട്. ലെവൽ ചെയ്തിട്ട് കത്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്പാച്ചില ഉപയോഗിച്ചിട്ട് ലെവൽ ചെയ്തിട്ട് വേണം മെഷർ ചെയ്തെടുക്കാൻ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണത്. നമ്മുടെ വീട്ടിൽ ചെറിയ സ്പൂൺ ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിച്ചിട്ടാണത്. ഇതുപോലെ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഇനി വരുന്നത് എഗ്ഗാണ്. എഗ്ഗ് പല സൈസിലും വരുന്നുണ്ട്. സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. ഇത് ലാർജ് സൈസ് എഗ്ഗാണത്. ഇതിന് നമുക്ക് ചില സമയത്ത് ഇത് ഗ്രാമിലായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ കാണാൻ പറ്റും ഏകദേശം ഓൾമോസ്റ്റ് 55 to 60 ഗ്രാമിൻ്റെ അടുത്ത്, 56 ഗ്രാമോ 60 ഗ്രാമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. 60 ഗ്രാമാണ് ഒരു എഗ്ഗ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ റെസിപ്പിയും പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.